ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 6ലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ സൻസാർ പുസ്തക് ഹെ എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ സമ്മറിയും നൽകിയിട്ടുണ്ട്, പിന്നെ മീനിങ്സും. ഇതിൻ്റെ തന്നെ ഇതേ ചാപ്റ്ററിൻ്റെ, അതായത് സൻസാർ പുസ്തക് ഹെ എന്ന അധ്യായത്തിൻ്റെ തന്നെ ഹിന്ദിയിലുള്ള, അതായത് റീഡിങ്ങും സമ്മറിയും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടങ്ങിയിട്ടുള്ള വീഡിയോയും അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോസിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് 6ലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നറിയണം, അല്ലെങ്കിൽ ക്ലാസ് 8ലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, ക്ലാസ് 4ലെ, അപ്പോൾ അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോവുക. ഹിന്ദി കൂട്ടുകാരൻ എന്ന ചാനലിൻ്റെ പ്ലേലിസ്റ്റിലോട്ട് പോവുക. എന്നിട്ട് പ്ലേലിസ്റ്റിൽ നിങ്ങൾ ക്ലാസ് 6ൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് ചെയ്യാൻ പോകുന്ന അധ്യായത്തിൻ്റെ പേരെന്താണ്? സൻസാർ പുസ്തക് ഹെ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. संसार पुस्तक है, लोगन तन्ने पुस्तकമാണ്. जब तुम मेरे साथ रहती हो तो अक्सर मुझसे बहुत सी बातें पूछा करती हो और मैं उनका जवाब देने की कोशिश करता हूँ. എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകാറുണ്ട് അല്ലേ? जब तुम मेरे साथ रहती हो, എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ അക്സർ മുझसे बहुत सी बातें पूछा करती हो. അക്സർ പലപ്പോഴും അല്ലെങ്കിൽ ഓഫൺ ആയിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ. और मैं उनका जवाब देने की कोशिश करता हूँ. ഞാൻ അതിൻ്റെ ഉത്തരങ്ങൾ നൽകാനും ശ്രമിക്കാറുണ്ട്. कोशिश करता हूँ, ശ്രമിക്കാറുണ്ട്. लेकिन अब तुम मसूरी में हो और मैं इलाहाबाद में, हम दोनों उस तरह बातचीत नहीं कर सकते. ഇപ്പോൾ നീ ആണെങ്കിൽ മസൂരിയിലും ഞാൻ ഇലഹബാദിലുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ രീതിയിൽ സംഭാഷണം നടത്താൻ സാധ്യമല്ല അല്ലേ, സംസാരിക്കാൻ സാധ്യമല്ല. बातचीत नहीं कर सकते. इसलिए मैंने इरादा किया कि कभी कभी तुम्हें इस दुनिया की और उन छोटे बड़े देशों की जो इस दुनिया में हैं छोटी छोटी कथाएं लिखा करो. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇസ്ലിയെ ഞാൻ ഇറാദ കിയ, ഞാൻ തീരുമാനിച്ചു. എന്താണ് തീരുമാനിച്ചത്? കഭി കഭി, ചിലപ്പോഴൊക്കെ ഈ ലോകത്തെപ്പറ്റി അല്ലേ, ഇസ് ദുനിയാക്കി ഓർ ഉൻ ഛോട്ടെ ബഡേ ദേശോ കി, ഈ ലോകത്തെപ്പറ്റിയും പിന്നെ ആ ലോകത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള ദേശങ്ങൾ, രാജ്യങ്ങളെ പറ്റിയൊക്കെ എഴുതാൻ കുഞ്ഞു കുഞ്ഞു കഥകളായിട്ട്, കൊച്ചു കൊച്ചു കഥകളായിട്ട് ലെറ്ററിൽ എഴുതാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. तुमने हिंदुस्तान और इंग्लैंड का कुछ हाल इतिहास में पढ़ा है. കുറച്ച് കാര്യങ്ങൾ ഇന്ത്യയെ പറ്റി, അതായത് ഹിന്ദുസ്ഥാനെ പറ്റിയും ഇംഗ്ലണ്ടിനെ പറ്റിയും, ഇംഗ്ലണ്ടിലെയൊക്കെ വിശേഷങ്ങൾ, അവിടുത്തെ സ്ഥിതി വിശേഷങ്ങളൊക്കെ ഇതിഹാസത്തിൽ പഠിച്ചിട്ടുണ്ടാവും. मैं पढ़ा है, लेकिन इंग्लैंड केवल एक छोटा सा टापू है और हिंदुस्तान जो एक बहुत बड़ा देश है फिर भी दुनिया का एक छोटा सा हिस्सा है. ഇംഗ്ലണ്ട് ഒരു ചെറിയൊരു ഐലൻഡ് എന്ന പോലെയാണ്. ഓർ ഹിന്ദുസ്ഥാൻ ആണെങ്കിലോ ഇന്ത്യ ആണെങ്കിലോ ജോ എക് ബഹോത് ബഡാ ദേശ്, ഒരു വലിയൊരു ദേശമാണ്, വലിയൊരു രാജ്യമാണ്. എങ്കിൽ പോലും ഫിർ ഭി ദുനിയാക്ക എക് ഛോട്ടാ സാ ഹിസ്സ, ഈ ലോകത്തിൻ്റെ തന്നെ ഒരു ചെറിയൊരു പാർട്ടാണ്. ഹിസ്സ അല്ല, ഒരു ചെറിയൊരു പാർട്ടാണ്. അഗർ തുമേ ഇസ് दुनिया का कुछ हाल जानने का शौक है तो तुम्हें सब देशों का और उन सब जातियों का जो इसमें बसी हुई हैं और ध्यान रखना पड़ेगा केवल उस एक छोटे से देश का नहीं जिसमें तुम पैदा हुई हो. അപ്പോൾ നിനക്ക് ഈ ലോകത്തെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ഈ ലോകത്തിലെ സംഭവ വികാസങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ, ഹാൽ എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി അല്ലെ, ഈ ലോകത്തിൻ്റെ സ്ഥിതി എന്താണ് എന്നറിയാൻ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, तो तुम्हें सब ദേശോ കാ, എല്ലാ രാജ്യങ്ങളെ പറ്റിയും അല്ലേ, പിന്നെ ആ രാജ്യങ്ങളിലുള്ള ജാതിയെ പറ്റിയും ജോ ഇസ്മേ ബസി ഹുയി, അതിൽ ജീവിക്കുന്ന അല്ലേ, അവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന, ബസി ഹുയി ഹേ, ധ്യാൻ രഖ്നാ പടേഗ, അത് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. കേവൽ ഉസ് എക് ഛോटे से देश का नहीं, ആ ഒരു ചെറിയ ഒരു പാർട്ട് അല്ലേ, ലോകത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഇന്ത്യ, ഒരു ചെറിയൊരു പാർട്ട്. അപ്പോൾ ആ ചെറിയ ഞങ്ങളുടെ ആ ദേശത്തെപ്പറ്റി മാത്രമല്ല, കനഹി ജിസ്മേ തും പേദാ ഹുയി ഹോ, എവിടെയാണോ നീ ജനിച്ചത് അവിടുത്തെ ആ ദേശത്തെപ്പറ്റി മാത്രമല്ല നീ അറിയേണ്ടിയിരിക്കുന്നത്. നിനക്ക് ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങളെപ്പറ്റി അറിയണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ല ആഗ്രഹമുണ്ടെങ്കിൽ, ആ ലോകത്തെപ്പറ്റി അറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളെപ്പറ്റി മാത്രമല്ല അതിൻ്റെ ജാതിയെപ്പറ്റിയും അല്ലേ, അവിടെ ജീവിക്കുന്ന ആളുകളെപ്പറ്റിയും അവിടുത്തെ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നീ അറിയേണ്ടതായിട്ട് ഉണ്ട്.
ജവഹർലാൽ നെഹ്റു പറയുകയാണ്, മുझे मालूम है कि इन छोटे छोटे खतों में बहुत थोड़ी सी बातें ही बतला सकता हूँ. അപ്പോൾ എനിക്കറിയാം ഈ ചെറിയ ചെറിയ കത്തുകളിൽ എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. लेकिन मुझे आशा है कि इन थोड़ी सी बातों को भी तुम शौक़ से पढ़ोगी और समझोगी कि दुनिया एक है और दूसरे लोग जो इसमें आबाद हैं हमारे भाई बहन हैं. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഈ കുറച്ച് കാര്യങ്ങളാണെങ്കിൽ പോലും അത് നീ ഇൻട്രസ്റ്റോടെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമെന്ന്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ദുനിയ ഏക് ഹൈ, ഈ ലോകം ഒന്നാണെന്നും അതിൽ ജീവിക്കുന്ന ആളുകൾ അല്ലേ, ആബാദ് ഹെ, ജീവിക്കുന്ന ആളുകൾ അവർ എന്താണ്, ഞങ്ങളുടെ സഹോദരങ്ങളാണ്, സഹോദരങ്ങളാണ് എന്ന് നീ മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. जब तुम बड़ी हो जाओगी तो तुम दुनिया और उसके आदमियों का हाल मोटी मोटी किताबों में पढ़ोगी. അപ്പം നീ വലുതാകുമ്പോൾ ഈ ലോകത്തെപ്പറ്റിയും ലോകത്തിൽ ജീവിക്കുന്ന ആളുകളെപ്പറ്റിയും വലിയ വലിയ തടിച്ച പുസ്തകങ്ങളിലൊക്കെ പഠിക്കും. उसमें तुम्हें जितना आनंद मिलेगा उतना किसी कहानी या उपन्यास में भी न मिला होगा. അപ്പോൾ ഏതെങ്കിലും കഥകളും ഉപന്യാസങ്ങളൊക്കെ വായിക്കുമ്പോൾ നല്ല എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, വായിക്കുമ്പോൾ നല്ല സന്തോഷം ലഭിക്കും. പക്ഷെ അതിനേക്കാൾ സന്തോഷം നിനക്ക് ഈ പുസ്തകങ്ങൾ, അതായത് ഈ ലോകത്തെപ്പറ്റിയും ആ ലോകത്തിൽ ജീവിക്കുന്ന ആളുകളെ പറ്റിയും വായിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ, കഥകളും ഉപന്യാസത്തെക്കാളും കൂടുതൽ എന്താണ് സന്തോഷം ലഭിക്കും അത് വായിക്കുമ്പോൾ. यह तो तुम जानती ही हो कि यह धरती लाखों करोड़ों वर्ष पुरानी है. यह धरती लाखों करोड़ों, അതായത് ഈ എനിക്കറിയാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. यह तो तुम जानती ही हो कि यह धरती लाखों करोड़ों वर्ष पुरानी है और बहुत दिनों तक इसमें कोई आदमी न था. അപ്പോൾ നിനക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഈ ഭൂമിയെപ്പറ്റി, അതായത് ഭൂമി വളരെയധികം വർഷങ്ങൾ പഴക്കമുള്ളതാണ്, അതായത് ലക്ഷങ്ങളും കോടി വർഷം പഴയതാണ്. और बहुत दिनों तक इसमें कोई आदमी न था. കുറേ കാലങ്ങൾ അതിൽ ഈ ഭൂമിയിൽ മനുഷ്യർ ഇല്ലായിരുന്നു. आदमियों के पहले सिर्फ जानवर थे और जानवरों से पहले एक ऐसा समय था जब इस धरती पर कोई जानदार चीज़ न थी. അപ്പോൾ മനുഷ്യർ കുറേ കാലം ഇല്ലായിരുന്നു. ആദ്മിയൊക്കെ പെഹലെ, മനുഷ്യർ ആകുന്നതിന് മുമ്പ് മൃഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മൃഗങ്ങൾക്കും വളരെയധികം മുമ്പ്, ജാനവറും സെ പെഹലെ എക് ഏസാ സമയത്ത്, ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഭൂമിയിൽ ജാൻദാർ ചീസ് ന തീ, കോയി ജാൻദാർ ചീസ് ന തീ. ജാൻദാർ എന്ന് പറഞ്ഞാൽ ജീവനുള്ള, അല്ലേ, ജീവനുള്ള വസ്തുക്കൾ പോലും ഇല്ലായിരുന്നു. आज जब यह दुनिया हर तरह के जानवरों और आदमियों से भरी हुई है, उस ज़माने का ख्याल करना भी मुश्किल है जब यहाँ कुछ न था. ഇപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ ഈ ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് മനുഷ്യരും മൃഗങ്ങളും ഒക്കെ കൊണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കിപ്പോൾ ആ പഴയ ആ കാലത്തെപ്പറ്റി, അതായത് പഴയ ആ ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ആ സമയത്ത് എന്താണ് ജബ് യഹാ കുച്ച് ന താ, ആ സമയത്ത് ഇവിടെ ഒന്നുമില്ലായിരുന്നു എന്നത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. लेकिन विज्ञान जानने वालों और विद्वानों ने, जिन्होंने इस विषय को खूब सोचा और पढ़ा है, लिखा है कि एक समय ऐसा था जब यह धरती बेहद गर्म थी और इस पर कोई जानदार चीज़ नहीं रह सकती थी. അപ്പോൾ ഈ സയൻസ് അറിയുന്നവരും പിന്നെന്താണ് വിദ്വാൻമാരും ഒക്കെ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്, പിന്നെ പഠിച്ചിട്ടുണ്ട്, പിന്നെന്താണ് എഴുതിയതുപോലുമുണ്ട് ഈ ആ കാലത്തെപ്പറ്റി. എക് സമയം ऐसा था जब यह धरती बेहद गर्म थी. ആ സമയത്ത് അങ്ങേയറ്റം ചൂടായിരുന്നു ഭൂമി, അല്ലേ, നല്ല ചുട്ടു പൊള്ളുന്നുണ്ടായിരുന്നു ഭൂമി. और इस पर कोई जानदार चीज़ नहीं रह सकती थी. ആ ചൂടിൽ ഇവിടെ ഒരു ജീവനുള്ള വസ്തുവിനും ജീവിക്കാൻ സാധ്യമല്ലായിരുന്നു. ആ കാലത്തെപ്പറ്റി വൈജ്ഞാനികൻ, സയൻറ്റിസ്റ്റും പിന്നെ അറിവുള്ളവരും എല്ലാവരും ഇങ്ങനെ ചിന്തിച്ച് അതിനെപ്പറ്റി എഴുതിയവരുമുണ്ട്. और अगर हम उनकी किताबें पढ़ें और पहाड़ों और जानवरों की पुरानी हड्डियों को गौर से देखें तो हमें खुद मालूम होगा कि ऐसा समय ज़रूर रहा होगा. അപ്പോൾ ഈ പുസ്തകങ്ങൾ അവരെഴുതിയ വിദ്വാൻമാർ എഴുതിയ പുസ്തകങ്ങളും പിന്നെന്താണ് പഹാഡ് മലകളും പിന്നെ ആനിമൽസിൻ്റെയൊക്കെ എല്ലുകൾ, അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഫോസിൽസ് എന്ന് പറയും, അപ്പോൾ അതിനെ ശ്രദ്ധിച്ച് ഗോർസെ എന്ന് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കുകയാണെങ്കിൽ ഖുദ് മാലും ഹോഗ, ശരിക്കും സ്വയം മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു സമയവും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
तुम इतिहास की किताबों में ही पढ़ सकती हो, लेकिन पुराने ज़माने में तो आदमी पैदा ही न हुआ था, किताबें कौन लिखता. അപ്പോൾ ഇതിഹാസത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാകും. തും പഠ് സക്തിയോ, അതിൽ നിന്ന് നിനക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ പഴയ കാലത്ത് പുരാനെ ജമാനമേ തോ ആദ്മി पैदा ही न हुआ था, ആ സമയത്ത് മനുഷ്യരെ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല, മനുഷ്യരെ ഇല്ലായിരുന്നു ആ ലോകത്ത്. കിതാബേ कौन लिखता, ആ സമയത്ത് പുസ്തകം ആരെഴുതും. तब हमें उस ज़माने की बातें कैसे मालूम हो, അപ്പോൾ ആ കാലത്തെപ്പറ്റി ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും. यह तो नहीं हो सकता कि हम बैठे हर एक बात सोच निकाले. അപ്പോൾ ഇരുന്നിടത്തുനിന്ന് അത് സംഭവ്യമല്ല അല്ലേ. ഒന്ന് ഇരുന്നിടത്തുനിന്ന് തന്നെ ഞങ്ങൾ ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നത് സാധ്യമല്ല. यह तो नहीं हो सकता. ये बड़े मज़े की बात होती, क्योंकि हम जो चीज़ चाहते हैं ये बड़े मज़े की बात, അതായത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാകുമായിരുന്നു. क्योंकि हम जो चीज़ चाहते सोच लेते और सुंदर परियों की कहानियाँ हम गढ़ लेते. അപ്പോൾ ഇരുന്നിടത്തുനിന്ന് തന്നെ ഞങ്ങൾ ആലോചിച്ച കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ അല്ലേ, ആലോചിച്ചു അപ്പോഴേക്കും ആ കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ, और सुंदर परियों की कहानियाँ हम गढ़ लेते, അങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് നല്ല സുന്ദരിയായിട്ടുള്ള ഏഞ്ചൽസ് അല്ലേ, ഏഞ്ചൽസിനെ പറ്റിയൊക്കെ കഥകൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ നല്ല കാര്യമായിരുന്നു. लेकिन जो कहानी किसी बात को देखे बिना ही गढ़ ली जाए वह ठीक कैसे हो सकती है. അപ്പോൾ കാണാതെ ഒരു കഥ എഴുതുക എന്നത്, ഇമാജിൻ ചെയ്ത് ഞങ്ങൾക്ക് എഴുതാം അല്ലേ, അത് നല്ല രസമാണ്. പക്ഷേ കഹാനി കിസി ബാത് കോ ദേഖേ ബിനാ ഹി ഗഡ്ലേന എന്ന് പറഞ്ഞാൽ എഴുതിയെടുക്കുക, ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ലേക്കിൻ ജോ കഹാനി കിസി ബാത് കോ ദേഖേ ബിനാ ഹി ഗഡ്ലി ജായ് വ ठीक कैसे हो सकती है, ഒന്നും കാണാതെ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അത് എഴുതുക എന്നത്, കഥ ഉണ്ടാക്കി എഴുതുക എന്നത് അത്ര നല്ല കാര്യമല്ല. ठीक कैसे हो सकता, അത് എങ്ങനെ ശരിയാകും. लेकिन खुशी की बात है कि उस पुराने ज़माने की लिखी हुई किताबें न होने पर भी कुछ ऐसी चीज़ें हैं जिनसे हमें उतनी ही बातें मालूम होती हैं जितनी किसी किताब से होती. അപ്പോൾ ഒരു കാര്യം എന്താണ്, സന്തോഷിക്കേണ്ടിയിരിക്കുന്നു. എന്താണ്, ഉസ് പുരാനെ ജമാനയ്ക്ക് ലിഖി ഹുയ, പണ്ട് കാലത്ത് എഴുതിയ ആ പുസ്തകങ്ങൾ, ന ഹോനെ പർ ബി, പുസ്തകങ്ങൾ ഇല്ലെങ്കിൽ പോലും, പണ്ട് കാലത്ത് പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും കുച്ച് ऐसी चीज़ें हैं, കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സാധനങ്ങളുണ്ട്. എന്താണ്, കുച്ച് വസ്തുവേ ഹേ, കുച്ച് ചീസേ ഹേ ജിൻസെ ഹമേ ഉത്നി ഹി ബാത്തേ മാലൂം ഹോത്തി ഹെ, അത്രയും കാര്യങ്ങൾ അതിൽ നിന്നും ആ സാധനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജിത്നി കിസി കിതാബ് സേ ഹോത്തി, എങ്ങനെ പുസ്തകങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നോ അത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ആ വസ്തുക്കളിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്, അതൊരു സന്തോഷിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. കാരണം പുസ്തകങ്ങളിൽ നിന്നും മാത്രമല്ല, കുറേ കാര്യങ്ങളിൽ നിന്നും, കുറേ സാധനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ആ കാലത്തെ പറ്റി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നത്. ये पहाड़, समुद्र, सितारे, नदियाँ, जंगल, जानवरों की पुरानी हड्डियाँ और इसी तरह की और भी कितनी ही चीज़ें हैं जिनसे हमें दुनिया का पुराना हाल मालूम हो सकता है. എന്താണ് ആ സാധനങ്ങൾ? പഹാഡ്, സമുദ്ര, സിതാരെ, നദിയാം, ജംഗൽ, ജാൻവറോं की पुरानी हड्डियाँ. അപ്പോൾ ഈ പഹാഡ് അല്ല, വലിയ വലിയ മലകളും സമുദ്രവും ഈ താരങ്ങളും അല്ലെ, നക്ഷത്രങ്ങൾ, പിന്നെന്താണ്, നദികളും, പിന്നെ കാട്, പിന്നെ ജാൻവറും കി പുരാനി ഹഡ്ഡിയാം, ആനിമൽസിൻ്റെയൊക്കെ, മൃഗങ്ങളുടെ എല്ലുകൾ, അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഴയ കാലത്തെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ജിൻസെ ഹമേ ദുനിയാക്ക പുരാന ഹാൽ, പണ്ട് കാലത്ത് ഈ ലോകം എങ്ങനെയുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനും, പുരാന ഹാൽ ആ സമയത്തെ സ്ഥിതി എങ്ങനെയുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മാലൂം ഹോ സക്താ ഹെ. मगर हाल जानने का असली तरीका यह नहीं है कि हम केवल दूसरों की लिखी हुई किताबें पढ़ लें, बल्कि खुद संसार रूपी पुस्तक को पढ़ें. മഗർ ഹാൽ ജാനേക്ക, അതിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ, ആ പണ്ടത്തെ ആ കാലത്തെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ, അസ്ലി തരീക്ക, ശരിയായ രീതി, അസ്ലി എന്ന് പറഞ്ഞാൽ ശരിയായ, അസ്ലി തരീക്ക ശരിയായ രീതി
എന്താണ് യഹ് നഹി ഹൈ കി ഹം കേവൽ ദൂസറോं की लिखी हुई किताबें पढ़ ले. മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ വായിക്കുക എന്നത് മാത്രമല്ല, മറ്റുള്ളവർ എഴുതിയ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കുക എന്നത് മാത്രമല്ല, ബൽക്കി ഖുദ് സംസാർ രൂപി പുസ്തകോ പഠെ, സ്വയം, അത് മാത്രമല്ല അതിന് പകരം ഈ സ്വയം ലോകത്തെ പറ്റിയുള്ള സംസാർ രൂപി, സംസാരമാകുന്ന ഈ ലോകത്തെ പറ്റി അല്ലെ, സംസാർ രൂപി പുസ്തകം, ഈ ലോകത്തെ പുസ്തകമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ഇതിൽ എഴുതിയിരിക്കുന്നത് ഖുദ് സംസാർ രൂപി പുസ്തകോ പഠെ, ഈ ലോകമാകുന്ന പുസ്തകം തന്നെ ഞങ്ങൾ പഠിക്കണം. മറ്റുള്ളവർ എഴുതിയ പുസ്തകങ്ങൾ മാത്രമല്ല, ഞങ്ങൾ സ്വയം ഈ ലോകമാകുന്ന പുസ്തകം പഠിക്കണം, വായിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. मुझे आशा है कि पत्थरों और पहाड़ों को पढ़कर तुम थोड़े ही दिनों में उनका हाल जानना सीख जाओगी. അപ്പോൾ പ്രകൃതിയെ പറ്റി മനസ്സിലാക്കുക. മുझे ആശാ ഹെ, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് എന്താണ് ആശയുണ്ട്, അതായത് എനിക്ക് തീർച്ചയുണ്ട്. നീ പത്ഥറോം ഓർ പഹാടോം കോ പഠിക്കർ തും തോടെ ഹി ദിനോ മേ ഉൻകാ ഹാൽ ജാനന സീഖ് ജാവോഗി. കുറച്ച് സമയം കൊണ്ട് തന്നെ നീ ഈ എന്താണ് മലകളെയും പാറകളെയും പറ്റിയൊക്കെ പഠിച്ച്, കുറച്ച് കാലങ്ങൾ എന്താണ് കല്ലുകളെയും പഹാടവും ഒക്കെ ബാരമേ പഠിക്കർ തും തോടെ ഹി ദിനോമേ, കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഈ ലോകത്തെ പറ്റിയുള്ള വിവരം, ഈ ലോകത്തെ പറ്റിയുള്ള ലോകത്തിൻ്റെ സ്ഥിതി നീ മനസ്സിലാക്കിയെടുക്കും, നീ പഠിച്ചെടുക്കും എന്നത് എനിക്ക് തീർച്ചയുണ്ട്. സോച്ചോ കിത്നി മസേ കി ബാത്ത് ഹൈ, നീ ഒന്ന് ആലോചിച്ച് എത്ര നല്ല എന്താണ് രസമുള്ള കാര്യമാണ്. एक छोटा सा रोड़ा जिसे तुम सड़क पर या पहाड़ के नीचे पड़ा हुआ देखती हो, शायद संसार की पुस्तक का छोटा सा पृष्ठ हो. शायद उससे तुम्हें कोई नई बात मालूम हो जाए. शर्त यही है कि तुम्हें उसे पढ़ना आता हो. ഷായദ് അബ് ഭി തും ഉസ്സേ തോടാ തോടാ പഠന ജാൻതി ഹോ, ഇപ്പോഴും നിനക്ക് ഇപ്പോൾ തന്നെ നിനക്ക് എന്താണ് ചെറുതായിട്ട് നിനക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഷായദ് ചിലപ്പോൾ. ജബ് തും കോയി ഛോട്ടാ സാ ഗോൽ ചംകീല റോഡ ദേഖ്തി ഹോ, എപ്പോൾ എന്താണ് എപ്പോഴെങ്കിലും എന്താണ് ചെറിയൊരു റൗണ്ടായിട്ടുള്ള തിളങ്ങുന്ന ഒരു എന്താണ് കല്ല്, ഒരു ചെറിയ കല്ല് കാണുമ്പോൾ तो क्या तुम्हें कुछ नहीं बतलाता, क्या वह तुम्हें कुछ नहीं बतलाता, അതൊന്നും നിൻ്റെ അടുത്ത് പറയുന്നതായിട്ട് തോന്നുന്നില്ലേ? യ कैसे गोल चिकना और चमकीला हो गया, ഇതെങ്ങനെ റൗണ്ടും പിന്നെ തിളങ്ങുന്നതും ഒക്കെ ആയി നല്ല ഷൈനിങ് ഉള്ളതായിട്ട് മാറി. അല്ലെങ്കിൽ ഓർ ഉസ്കെ ഖുർദരെ കിനാരെ യാ കോനെ ക്യാ ഹുവേ, ഇങ്ങനെ റഫായിട്ടുള്ള അതിൻ്റെ എന്താണ് അരികും പിന്നെ കോർണേഴ്സും ഒക്കെ എങ്ങനെ അതിന് ഉണ്ടായി എന്ന് നീ ചിന്തിക്കാറില്ല, എന്ന് നീ ആ കല്ല് നിന്നോട് പറയുന്നതായിട്ട് നിനക്ക് തോന്നുന്നില്ലേ തൻ്റെ കഥ. अगर तुम किसी बड़ी चट्टान को तोड़कर टुकड़े टुकड़े कर डालो तो हर एक टुकड़ा खुरदरा और नुकीला होगा. അപ്പോൾ ചട്ടാൻ, ഒരു പാറ നീ പൊട്ടിക്കുകയാണെങ്കിൽ, അതായത് ചട്ടാൻ എന്ന് പറഞ്ഞാൽ പാറ, ആ പാറയെ നീ പൊട്ടിക്കുകയാണെങ്കിൽ അത് കഷ്ണങ്ങളായിട്ട് മാറും അല്ലേ. ടുക്ടേ ടുക്ടേ കർ ഡാലോ, കഷ്ണങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ ആ ഒരു കഷ്ണം കാണാൻ എങ്ങനെയായിരിക്കും? ഖുർദറ ഓർ നുക്കീല ഹോഗ. ഖുർദറ എന്ന് പറഞ്ഞാൽ റഫ് ടെക്സ്ചറും പിന്നെ കോർണേഴ്സൊക്കെ പോയിൻറ്റഡുമായിരിക്കാം. യ ഗോൾ ചിക്കനെ റോഡേക്ക് തറ ബിൽക്കുൽ നഹി ഹോത്ത, ഈ ഷൈനിങ്ങും നല്ല റൗണ്ടായിട്ടുള്ള ഈ പെബിൾസിനെ പോലെ ഒരിക്കലുമായി മാറത്തില്ല. फिर यह रोड़ा कैसे इतना चमकीला चिकना और गोल हो गया. ഈ റോഡ അതായത് ഈ കല്ലിൻ്റെ കഷ്ണം, കല്ല് എങ്ങനെയാണ് ഈ റൗണ്ടും പിന്നെ ഷൈനിങ്ങും സ്മൂത്തും ഒക്കെ ആയി മാറിയത്, നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അഗർ തുമാരി ആഖേं देखें और कान सुने तो तुम उसी के मुँह से उसकी कहानी सुन सकती हो. നിൻ്റെ കണ്ണുകൾ, ശരിയായിട്ട് നിൻ്റെ കണ്ണുകൾ അതിനെ കാണുകയും പിന്നെ അതിനെ കേൾക്കുകയാണെങ്കിൽ അത് സ്വയം ആ പെബിൾ തന്നെ നിന്നോട് തൻ്റെ കഥ പറയുന്നതായിട്ട് നിനക്ക് കേൾക്കാൻ സാധിക്കും. വ തുംസെ കഹേഗാ കി ഏക് സമയ് ജിസെ ഷായദ് ബഹുത് ദിൻ ഗുസ്രേ ഹോ, അത് നിന്നോട് പറയുന്നതായിട്ട് നിനക്ക് തോന്നും, മനസ്സിലാക്കും നീ. ഏക് സമയ് ജിസെ ഷായദ് ബഹുത് ദിൻ ഗുസ്രേ ഹോ, കുറേ കാലം കഴിഞ്ഞതായിട്ട്. ഗുസർ ജാന എന്ന് പറഞ്ഞാൽ കുറേ കാലം കഴിയുക, കഴിഞ്ഞു പോവുക. ബഹുത് ദിൻ ഗുസ്രേ ഹോ വഹ് ഭി ഏക് ചട്ടാൻ കാ ടുക്കടാ താ, അതും ഒരു പാറയുടെ ഒരു കഷ്ണമായിരുന്നു. ഠീക്ക് ഉസി ടുക്കടേക്ക് തറ ഉസ്മി കിനാരെ ഓർ കോനെ തേ, ആ പാറ പൊട്ടിച്ചപ്പോൾ ഉണ്ടായ ആ കഷ്ണങ്ങളെപ്പോലെ തന്നെ അതും എങ്ങനെയായിരുന്നു? ഉസ്മി കിനാരെ ഓർ കോനെ തേ, അതിന് കോർണേഴ്സും മുനയുള്ള കോർണേഴ്സും പിന്നെന്താണ് അതിൻ്റെ അരികുകളൊക്കെ റഫായിരുന്നു. ജിസേത്തും ബഡി ചട്ടാൻ സെ തോർത്തി, ആ പാറ കൊണ്ട് പാറയിൽ വലിയ പാറയിൽ നിന്നും പൊട്ടിച്ചപ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ. शायद वह किसी पहाड़ के दामन में पड़ा रहा तब पानी आया और उसे बहाकर छोटी घाटी तक ले गया. അപ്പോൾ ചിലപ്പോൾ അത്
എന്താണ് ആ വലിയ മലയുടെ താഴെ, അതായത് ഫുട് ഹിൽ അല്ലേ, ദാമൻ, ആ ഫുട് ഹിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ടാവാം. തബ് പാനി ആയ और उसे बहाकर छोटी घाटी तक ले गया. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മഴവെള്ളം ഇങ്ങനെ വരത്തില്ല, ഒഴുകി വരത്തില്ല. അപ്പോൾ ആ വെള്ളം വന്നിട്ട് അതിനെ ഒഴുക്കി എന്താണ് താഴ്വാരത്തിലോട്ട് അല്ലെ, ചെറിയ താഴ്വാരങ്ങളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടാകാം. വഹാ സെ എക് പഹാടി നാലേനെ ढकेल कर उसे एक छोटे से दरिया में पहुंचा दिया. പിന്നെ അവിടെ നിന്നും ആ പഹാടി, അതായത് ആ മലനിരകളിലൂടെ ഒഴുകി വരുന്ന ആ വെള്ളം അല്ലെ, നാലേനെ ढकेल कर, അതിനെ തള്ളി തള്ളി എവിടെ അന്ന് ചെറിയൊരു നദിയിലോട്ട് അതിനെ ഒഴുക്കി കൊണ്ടുപോയി കാണാം. പിന്നെ छोटे से दरिया से वह बड़े दरिया में पहुंचा. പിന്നെ അവിടെ നിന്നും ആ ചെറിയ നദിയിലൂടെ ഒഴുകി വലിയ നദിയിലോട്ട് എത്തിക്കാണും. ഇസ് ബീച്ച് വ ദരിയ കെ പേന്തേ മേ ലുടക്താ രഹാ, ഉസ്കെ കിനാരെ ഘിസ് ഗയേ और वह चिकना और चमकदार हो गया. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇസ് ബീച്ച് വ ദരിയ കെ പേന്തേ മേ, ദരിയ ആ നദികളുടെ ആ ഒഴുക്കിൻ്റെ ഇടയ്ക്ക് അല്ലേ, ആ മറ്റേ അതിൻ്റെ എന്താ ഒഴുക്കിൻ്റെ ഇടയ്ക്ക് തന്നെ ലുടക്താ രഹ, ലുടക്ത എന്ന് പറഞ്ഞാൽ റോൾ ഓവർ ആവുക, അതിൻ്റെ ഇടയ്ക്ക് തന്നെ റോളായിട്ട് ഉസ്കെ കിനാരെ ഘിസ് ഗയ, അതിൻ്റെ കോർണേഴ്സൊക്കെ എന്താണ് ഒരഞ്ഞൊരഞ്ഞ് വന്നു. और वह चिकना और चमकदार हो गया, അതിന് ഷൈനിങ്ങും തിളക്കവും ഒക്കെ വന്നു തുടങ്ങി. इस तरह वह कंकड़ बना जो तुम्हारे सामने है, അങ്ങനെ നിൻ്റെ മുന്നിൽ കാണുന്ന ഈ കല്ലായിട്ട്, ഈ പെബിളായിട്ട് അത് മാറി. किसी वजह से दरिया उसे छोड़ गया और तुम उसे पा गई. അപ്പം എന്തോ കാരണം കൊണ്ട് നദി അവിടെ അതിനെ വിട്ടിട്ട് പോയി, നിനക്കത് ലഭിക്കുകയും ചെയ്തു. अगर दरिया उसे और आगे ले जाता तो वह छोटा होते होते अंत में बालू का एक जर्रा हो जाता. അപ്പോൾ അതാണെങ്കിലും അത് മുന്നോട്ട് അതിനെ കൊണ്ടുപോയായിരുന്നെങ്കിൽ നിനക്ക് ലഭിക്കുന്നതിന് പകരം അത് മുന്നോട്ട് ഇനിയും മുന്നോട്ട് അതിന് ഒഴുക്കിലൂടെ അതിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അന്തമേ അറ്റ് ലാസ്റ്റ് അത് എന്തായി മാറുമായിരുന്നു? ബാലു ക എക്സറ, ബാലു ഈ സമുദ്രത്തിൻ്റെ തീരത്ത് കാണുന്ന ആ മണൽ അല്ലേ, മണലിലുള്ള ഒരു കണമായിട്ട് തന്നെ അത് മാറുമായിരുന്നു. അത് ഒരഞ്ഞ് അല്ലേ. ഓർ സമുദ്രക്കെ കിനാരെ അപ്നെ ഭായിയോം സെ ജാ മിൽത്ത, സമുദ്രത്തിൻ്റെ ആ എന്താണ് ആ അതിരുകളിൽ, ആ സമുദ്രത്തിൻ്റെ തീരങ്ങളിൽ എന്താണ് തൻ്റെ സഹോദരങ്ങളുടെ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ജഹാ എക് സുന്ദർ ബാലു ക കിനാര ബഞ്ചാത്ത, അങ്ങനെ സുന്ദരമായിട്ടുള്ള ഒരു സമുദ്ര തീരമായിട്ട് അത് മാറും. ജിസ് പർ ഛോട്ടെ ഛോട്ടെ ബच्चे ഖേൽത്തെ और ബാലു കെ ഘറോന്തേ ബനാത്തെ. അപ്പോൾ അവിടെ നിനക്ക് ആ സമുദ്ര തീരത്ത് കുഞ്ഞു കുഞ്ഞു കൊച്ചുകുട്ടികൾ കളിക്കുന്നതായിട്ടും നിനക്ക് കാണാം. ഈ എന്താണ് ഈ കല്ല് തന്നെ ഒരഞ്ഞൊരഞ്ഞ് ബാലുവായിട്ട് മാറി, ബാലു എന്ന് പറഞ്ഞാൽ മണലായിട്ട് മാറി. ആ മണൽ കൊണ്ട് കുട്ടികൾ ഈ മണൽ കൊണ്ടുണ്ടാക്കുന്ന വീടുകൾ, അതിനെയാണ് ഘറോന്തേ എന്ന് പറയുന്നത്, ചെറിയ ചെറിയ വീടുകൾ അല്ലേ, ഘറോന്തേ ബനാത്തെ. अगर एक छोटा सा रोड़ा तुम्हें इतनी बातें बता सकता है तो पहाड़ों और दूसरी चीज़ों से जो हमारे चारों तरफ हैं हमें और कितनी बातें मालूम हो सकती हैं. ഒരു ചെറിയൊരു കല്ല്, एक छोटा सा റോഡ, അതായത് ഈ ചെറിയൊരു പെബിള് നിൻ്റെ അടുത്ത് തുമേ ഇത്നി ബാത്തേ ബത്താ സക്താ, നിൻ്റെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ അതിനെ പറയാൻ പറ്റും എന്നുണ്ടെങ്കിൽ തോ പഹാഡോം ഓർ ദൂസരി ചീസോം സേ, എങ്കിൽ ആ മലകളും പിന്നെ മറ്റു കാര്യങ്ങളും മറ്റ് സാധനങ്ങളുമൊക്കെ ഈ ഞങ്ങളുടെ ചുറ്റും കാണുന്ന കുറേ കാര്യങ്ങൾ അല്ലേ, നാല് സൈഡിലും കാണുന്ന ഈ കാര്യങ്ങളിൽ നിന്നും നിനക്ക് എന്തൊക്കെ പഠിക്കാൻ സാധിക്കും അല്ലേ. ഹമേ ഓർ കിത്നി ബാത്തേ മാലൂം ഹോ സക്തി, അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ലോകം തന്നെ ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ നിന്നും നിനക്ക് കുറേ കാര്യങ്ങൾ വായിച്ചും നോക്കിയും കണ്ടും ഒക്കെ മനസ്സിലാക്കി പഠിച്ചെടുക്കാം എന്നാണ് ജവഹർലാൽ നെഹ്റു തൻ്റെ മകളോട് ഈ കത്തിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. ഓക്കെ. അക്സർ എന്ന് പറഞ്ഞാൽ പ്രായഹ, അതായത് പലപ്പോഴും. ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം. കോശിഷ് എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെടുക, അതായത് ശ്രമിക്കുക. ഇറാദ മൻഷ അല്ലെങ്കിൽ വിചാർ, എന്താണ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്, അത് ഇറാദ. ഹാൽ എന്ന് പറഞ്ഞാൽ സമാചാർ, അവിടുത്തെ കാര്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള ഐഡിയ അല്ലേ, ആ സ്ഥലത്തെ പറ്റിയുള്ള അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ. ടാപ്പു എന്ന് പറഞ്ഞാൽ പാനീസെ ഘിരി ഹുയി ധർത്തി, അതായത് ഐലൻഡ്. ഹിസ്സ ഭാഗ്, ഒരു പാർട്ട്. ഷോക്ക് എന്ന് പറഞ്ഞാൽ രുചി, അതായത് ഇൻട്രസ്റ്റ്. വിദ്വാൻ എന്ന് പറഞ്ഞാൽ ജാൻകാർ, അറിവുള്ളവർ. ബേഹദ് എന്ന് പറഞ്ഞാൽ ബഹോത്, വളരെയധികം. ഗൗർ സെ ധ്യാൻ സെ, ശ്രദ്ധിച്ച്. മസ എന്ന് പറഞ്ഞാൽ ആനന്ദ്, സന്തോഷത്തോടെ ആനന്ദത്തോടെ. ഘടന എന്ന് പറഞ്ഞാൽ ബനാന, അതായത് കഹാനി. ഘടന എന്ന് പറഞ്ഞാൽ കഥ ഉണ്ടാക്കിയെടുക്കുക. തരീക്ക എന്ന് പറഞ്ഞാൽ ഉപായം, ഒരു ഉപായം.
ഐഡിയ. ജബാൻ എന്ന് പറഞ്ഞാൽ ബോലി അല്ലെങ്കിൽ ഭാഷ, സംസാരിക്കുന്ന ഭാഷ. റോഡ എന്ന് പറഞ്ഞാൽ ഛോട്ട ഈൻറ്റ് ക ടുക്ട, ഒരു ചെറിയ കഷ്ണം ഇഷ്ടികയുടെ അല്ലെങ്കിൽ പാറയുടെ ഒരു ചെറിയ കഷ്ണം, റോഡ. ദാമൻ എന്ന് പറഞ്ഞാൽ പഹാഡ് കെ നിക്കട്ട് കി സമതൽ ജമീൻ യാ ഘാട്ടി. ദാമൻ എന്ന് പറഞ്ഞാൽ താഴ്വാരം. ദരിയ എന്ന് പറഞ്ഞാൽ നദി. പേന്തെ എന്ന് പറഞ്ഞാൽ സത്തഹ, നദിയിലൂടെ ആ ഒഴുക്കിൻ്റെ ഇടയ്ക്ക് എന്താണ് ഒഴുക്കിൻ്റെ ആ ഇതിനാണ്, മുകളിലത്തെ ആ ഇതിനാണ് സത്തഹ എന്ന് പറയുന്നത്, പേന്തെ. ചിക്ന എന്ന് പറഞ്ഞാൽ മുലായം, അതായത് സ്മൂത്തായിട്ടുള്ളത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. മുലായം എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആയിട്ടുള്ളത്. ചമക്ദാർ എന്ന് പറഞ്ഞാൽ ചമക്നെ വാല, തിളങ്ങുന്നത്. വജഹ് എന്ന് പറഞ്ഞാൽ കാരണം. പിന്നെന്താണ് ജറ എന്ന് പറഞ്ഞാൽ കൺ, ചെറിയ കണം. ഘറോന്ത എന്ന് പറഞ്ഞാൽ മിട്ടി കാ ഘർ, മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ഒരു വീട്. തറഫ് എന്ന് പറഞ്ഞാൽ ഓർ, ഉസ്കി തറഫ്, അതിൻ്റെ നേരെ, അത് ആ സൈഡിൽ പോവുകയാണെന്ന് പറയുമ്പോൾ ഉസ് തറഫ് ജാ രഹേ എന്ന് പറയത്തില്ല, തറഫ്. മാലൂം എന്ന് പറഞ്ഞാൽ ജാൻകാരി, അതിനെപ്പറ്റി അറിയാം എന്നത്, അറിവ്. മാലൂം ഹോന അറിയുക. ഖത്ത് എന്ന് പറഞ്ഞാൽ പത്ര, ലെറ്റർ. ആബാദ് എന്ന് പറഞ്ഞാൽ ബസാഹുവ, അവിടെ ജീവിക്കുന്നവർ. ആബാദ് ഹുവ, ബസാഹുവ, അവിടെ തന്നെ നിൽക്കുന്നവർ. ഗോർസെ എന്ന് പറഞ്ഞാൽ ധ്യാൻസെ, ശ്രദ്ധിച്ച്. ഓക്കെ. ഷർത്ത് എന്ന് പറഞ്ഞാൽ ടു ബെറ്റ് അല്ലെങ്കിൽ കണ്ടീഷൻ പറയുക. ഓക്കെ. സൻസാർ പുസ്തക് ഹെ എന്ന ഈ അധ്യായം ജവഹർലാൽ നെഹ്റു തൻ്റെ 10 വയസ്സുള്ള മകൾ, അതായത് ഇന്ദിരാഗാന്ധിക്ക്, ആ സമയത്ത്, അതായത് ഇലഹാബാദിലായിരുന്നു ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി മസൂരിയിലുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ ഒരു കത്താണ് ഈ അധ്യായം. ഓക്കെ. ഇങ്ങനെ 30ഓളം കത്തുകൾ അദ്ദേഹം തൻ്റെ മകൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ കത്തുകളുടെയൊക്കെ എന്താണ് ട്രാൻസ്ലേഷൻ, അല്ലെ, ഹിന്ദിയിലോട്ട് മുൻഷി പ്രേംചന്ദ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ജവഹർലാൽ നെഹ്റു പറയുന്നത്, അവരൊരുമിച്ച് താമസിക്കുമ്പോൾ ആ സമയത്ത് എപ്പോഴും ഇന്ദിരാഗാന്ധി നല്ല ക്യൂരിയസ് ആയിരുന്നു, കുറേ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം എപ്പോഴും പ്രകടിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് അദ്ദേഹം കത്തെഴുതാനായിട്ട് തീരുമാനിക്കുകയാണ്. അതായത് ഈ ലോകത്തെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ തൻ്റെ മകളുമായിട്ട് ഷെയർ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും പിന്നെ അതാണ് ഈ കത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തുന്നത്. കത്തിൽ അദ്ദേഹം ഇന്ദിരാഗാന്ധിയോട് പറയുകയാണ്, ഈ കാണുന്ന, അതായത് നീ ജനിച്ചു വളർന്ന ഭാരതം അല്ലെങ്കിൽ ഇംഗ്ലണ്ട് മാത്രമല്ല ഈ ലോകമായിട്ടുള്ളത്, ഇതിൻ്റെ പുറത്ത്, അതായത് ഭാരതത്തിന് പുറത്ത് ഒരു വലിയ ലോകം തന്നെയുണ്ട്. അവിടെയുള്ളവരും നിൻ്റെ സഹോദരങ്ങളാണ്. ഈ ലോകം മുഴുവനും ഒരു കുടുംബമായിട്ട് കാണണം എന്നൊക്കെ ഇന്ദിരാഗാന്ധിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ് ഈ കത്തിലൂടെ അദ്ദേഹം മകൾക്ക് പറഞ്ഞു തരികയാണ്, ഈ ഭാരതം മാത്രമല്ല ലോകത്തിൽ ഉള്ള മറ്റ് രാജ്യങ്ങളെ പറ്റിയും ഒക്കെ, അതായത് വിദ്വാൻമാരൊക്കെ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ വായിച്ച് ജീവിതത്തിൽ മുന്നേറാനാണ് അദ്ദേഹം മകളെ ഉപദേശിക്കുന്നത്. പിന്നീട് അദ്ദേഹം തൻ്റെ മകൾക്ക് ഭൂമിയെപ്പറ്റിയും ഭൂമിയുടെ ഉത്ഭവം, ലോകത്തിൻ്റെ ഉത്ഭവത്തെ പറ്റിയൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ഭൂമി ആ സമയത്ത് ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് ആ സമയത്ത് അവിടെ ജീവജാലങ്ങൾക്കൊന്നും ജീവിക്കാൻ സാധിക്കത്തില്ല. കാരണം വൃക്ഷലതാദികളും പിന്നെ മൃഗങ്ങളും മനുഷ്യരും ഒന്നും ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു, ജീവിച്ചിരിപ്പില്ലായിരുന്നു. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂമി തണുക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് വൃക്ഷലതാദികൾ ഉത്ഭവിക്കാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം മൃഗങ്ങളും, പിന്നീടാണ് മനുഷ്യർ ഉത്ഭവിക്കുന്നത്. പിന്നീട് അദ്ദേഹം തൻ്റെ മകളോട് ചോദിക്കുകയാണ്, അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ, അതായത് പണ്ട് കാലത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ, ഭൂമി എങ്ങനെ ഉത്ഭവിച്ചു എന്നതൊക്കെ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? മനുഷ്യർ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് അവർ എഴുതാൻ പഠിച്ചു, അക്ഷരങ്ങൾ പഠിച്ചു. അക്ഷരങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ഇതിഹാസം എഴുതപ്പെട്ടത്. അപ്പോൾ അതിനു മുമ്പുള്ള കാലത്തെപ്പറ്റി ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തൻ്റെ മകളോട് ആ കത്തിൽ ചോദിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മറുപടിയായിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ പ്രകൃതിയുടെ അക്ഷരങ്ങൾ വഴി ഞങ്ങൾക്ക് ഈ ഇതിഹാസത്തെപ്പറ്റി ഞങ്ങൾക്ക് പഠിക്കാം. അതായത് ഭൂമി എങ്ങനെ ഉത്ഭവിച്ചു എന്നും ഈ ലോകത്ത് ജീവജാലങ്ങൾ എങ്ങനെ ഉത്ഭവിച്ചു എന്നതുമൊക്കെ ഞങ്ങൾക്ക് ഈ പ്രകൃതിയുടെ അക്ഷരങ്ങൾ, അദ്ദേഹം പ്രകൃതിയുടെ അക്ഷരങ്ങൾ എന്നുദ്ദേശിക്കുന്നത് കല്ലുകളും പർവ്വതങ്ങളും നദികളും മൃഗങ്ങളുടെയും മനുഷ്യരുടെയൊക്കെ അവശേഷങ്ങൾ, അതായത് എല്ലുകൾ, അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ നോക്കി കണ്ടും മനസ്സിലാക്കുകയാണെങ്കിൽ, ആ അവശേഷങ്ങളെ
പറ്റിയൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ ജീവജാലങ്ങൾ എങ്ങനെ ഉത്ഭവിച്ചു എന്നതും ഈ ലോകം എങ്ങനെ ഉണ്ടായി, ലോകത്ത് ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഞങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പുസ്തകങ്ങളിലുള്ള ഇതിഹാസം മാത്രമല്ല, ഈ ചുറ്റും ലോകത്തിൽ കാണുന്ന ചുറ്റുവട്ടത്തുള്ള വസ്തുക്കളെ പറ്റിയൊക്കെ ഞങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതൊരു പുസ്തകം തന്നെയാണ്. ഈ ലോകം തന്നെ ഒരു പുസ്തകമായിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. ഞങ്ങൾ ഓരോ വസ്തുവിനെയും പറ്റിയും അതിനെ നോക്കി മനസ്സിലാക്കി അതിനെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ അത് എന്താണ്, ഒബ്സർവേഷൻ എന്ന് പറയുക അല്ലേ, ഒബ്സർവ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ലോകം തന്നെ ഇതിഹാസത്തിൻ്റെ പുസ്തകമാണ്. പിന്നീട് അദ്ദേഹം ഒരു കല്ലിൻ്റെ ഒരു ഉദാഹരണം നൽകിയിട്ട് ആ വസ്തുക്കളെ ഞങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് അതിന് വരുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെ പഠിക്കണം എന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അതായത് ഒരു കല്ല്, ഒരു പാറയിൽ നിന്നും പൊട്ടി വീണ ഒരു കല്ല്, അപ്പോൾ അതിനെങ്ങനെയായിരിക്കും അത് കാണാൻ, അത് അതിൻ്റെ എൻഡൊക്കെ ഷാർപ്പായിരിക്കും, പിന്നെ ടെക്സ്ചർ റഫായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കല്ല് കുറേ കാലമായിട്ട് ഒരു പർവ്വതത്തിൻ്റെ താഴെ ഇങ്ങനെ ഉണ്ട്. അങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ ആ കല്ല് ഇങ്ങനെ ഒലിച്ചു പോയിട്ട് താഴ്വാരത്തിലെത്തുകയും താഴ്വാരത്തിൽ നിന്നും അത് നദിയിലോട്ട് പോവുകയും നദിയിൽ ഓരോ പ്രാവശ്യവും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുക്കിൽ പെട്ടിട്ട് അതെന്താവും, അത് ഒരഞ്ഞ് അതിൻ്റെ ടെക്സ്ചർ മാറുകയാണ് ചെയ്യുന്നത്. പെബിളായിട്ട് മാറും. ആ സ്മൂത്ത് ടെക്സ്ചറും ഷൈനിങ്ങുള്ള ടെക്സ്ചറായിട്ട് അത് മാറപ്പെടും. പിന്നെ അതിന് ശേഷം അത് ഇനിയും നദി അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ ജവഹർലാൽ നെഹ്റു പറയുകയാണ്, ഒന്ന് ചിന്തിച്ചു നോക്കി, അത് തരികളായിട്ട് പോലും മാറാൻ മണൽത്തരികൾ അല്ലേ, ഈ സമുദ്രത്തിലോട്ട് പോയി സമുദ്രത്തിൻ്റെ തീരത്തിൽ മണൽത്തരികളായിട്ട് ആ പെബിള് മാറാൻ സാധ്യതയുണ്ട്. കാരണം ഒരഞ്ഞ് അതിൻ്റെ അത് ചെറുതായിട്ടൊരു കണമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ ആ സമുദ്രതീരത്ത് കുട്ടികൾ ആ മണൽത്തരികൾ കൊണ്ട് ഘറോന്ത അതായത് മണൽ കൊണ്ടുണ്ടാക്കിയ വീടുകൾ അങ്ങനെ ഉണ്ടാക്കി കളിക്കാൻ സാധ്യത വരെ ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് മാറ്റങ്ങളാണ് ഒരു വസ്തുവിന് വർഷങ്ങൾ പോകുന്തോറും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്നും ആ മാറ്റങ്ങളിലൊക്കെ നിന്നും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ ജവഹർലാൽ നെഹ്റു തൻ്റെ മകളെ 10 വയസ്സുള്ള മകളോട് പറയുകയാണ്, ഈ ലോകത്തെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ഈ ചുറ്റും കാണുന്ന, അതായത് ഈ ലോകത്തിൽ ചുറ്റും കാണുന്ന വസ്തുക്കളെ പറ്റി ആദ്യം മനസ്സിലാക്കണം. ഓരോ വസ്തുവും അല്ലേ ശ്രദ്ധിച്ചു നോക്കി അതിൻ്റെ അതിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കണം. അതായത് അത് സ്വയം തൻ്റെ കഥ പറയുന്നുണ്ടാവും. ഞങ്ങൾ ശ്രദ്ധിച്ച് അതായത് നല്ലോണം ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഓരോ വസ്തുക്കളും അതിൻ്റേതായിട്ടുള്ള കഥ അത് പറയുന്നുണ്ടാകും. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതിഹാസത്തിൻ്റെ പുസ്തകങ്ങളെക്കാൾ ഒരു വലിയ പുസ്തകമാണ് ഞങ്ങൾക്ക് മുമ്പിൽ പഠിക്കാനുള്ളത്. അതായത് പ്രകൃതിയാകുന്ന പുസ്തകം അല്ലേ, ഈ ലോകമാകുന്ന പുസ്തകം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അത് എനിക്കും ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും, അത് മറ്റുള്ളവർക്കും അത് ഉപകാരപ്രദമാവും. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അമർത്തുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്